എവിടെ പോകുന്നേ പറ. കുറേ ആയില്ല നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അംഗൻവാടി സൈഡിലേക്ക്. അംഗൻവാടീൻ്റെ അങ്ങോട്ട് സ്കൂളിൽ പോയ ശേഷം വന്നിട്ടില്ലല്ലേ. അംഗൻവാടി സ്കൂളിൽ പോയപ്പോൾ അംഗൻവാടി വേണ്ട. പള്ളിക്കല് സ്കൂൾ ഇഷ്ടമോ? സദ്യമ്മ കേൾക്കണ്ട. സുഹാന ടീച്ചർ ഇഷ്ടമോ? സദ്യമ്മേനെ ഇഷ്ടമില്ലേ? കൈ അങ്ങനെ മാറ്റി, അവിടെ നിന്ന് മാറ്റി നടക്ക്. ഇപ്പം എവിടെയാ പോകുന്നത് നമ്മൾ? റാലി കാണാൻ, നബിദിന റാലി കാണാം അല്ലേ? നബിദിന റാലി. ശരിക്കും നടക്ക്. റാലിയിൽ ആരാള്ള? റിഹാൻ ഉണ്ട് ഇല്ലേ? ഇപ്പം താഴെ വീഴുവേ നീ. നടക്കുന്ന അങ്ങനെ നബിദിന റാലിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊരു മീനിനെ കിട്ടി. അതുണ്ടാക്കലായിരുന്നു അടുത്ത പരിപാടി. മക്കളെ, അപ്പം ഇതാട്ടോ മീൻ. ഇതിൻ്റെ പേരെനിക്കറിയില്ലേ, സത്യം അങ്ങോട്ട് പറയാലോ. ഞാൻ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് ആ പേരല്ലെങ്കിൽ ഈ മീനിന് വരെ വിഷമം വരും. അപ്പം ഈ മീനിൻ്റെ പേരാർക്കെങ്കിലും അറിയുവാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഈ മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തേക്ക് ഒരു കറിക്കുള്ളതായി, സമാധാനമായി എന്ന്. അപ്പം മീൻ കൊണ്ട് വീട്ടിലെത്തിയപ്പം ഇവന്മാർക്ക് 2 പേർക്ക് ഇത് പൊരിച്ചിട്ട് മതിയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു പിള്ളേരെ ആഗ്രഹമില്ല, അതങ്ങ് അങ്ങനെയാണെങ്കിൽ അത് പൊരിച്ചു കൊടുക്കാമെന്ന്. അപ്പം ഇതെടുത്തിട്ടൊരു പ്ലേറ്റിലൊന്നും എത്തുന്നില്ല, വലിയ മീനായിരുന്നു. പിന്നെ അതിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്ന മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അങ്ങ് മിക്സിയിൽ അരച്ചു. എല്ലാം കൂടി അരച്ചു. കുറച്ച് വെളിച്ചെണ്ണയും ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് പെരക്കി ഫ്രീസറിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു. ഫ്രിഡ്ജിൻ്റെ താഴോട്ടേക്കൊന്നും നോക്കണ്ട കേട്ടോ, അതിലൊന്നും ഒരു സാധനവും ഇല്ല. എന്തൊക്കെയോ ഉണ്ടായിരുന്ന ഫ്രിഡ്ജായിരുന്നു. ഇപ്പം ചിലപ്പം വേണമെങ്കിൽ ഫ്രിഡ്ജിന് വരെ സങ്കടം വരുന്നുണ്ടാവും, എന്തിനാ ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് എന്ന്. അപ്പം ഇതിങ്ങനെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതേത് കല്ലിൽ പൊരിക്കുന്നു, കാരണം ഇതിൻ്റെ വലുപ്പത്തിലുള്ളൊരു കല്ല് വേണമല്ലോ പൊരിക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ചു മസാല ദോശ ചൂടുന്ന കല്ലിലങ്ങ് പൊരിക്കാമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരുവിധം എത്തി നോക്കുമ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് മസാലേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് പിന്നെ ആ കല്ലിൽ തന്നെ വെച്ചു. ഞാൻ അതിലേക്ക് തേച്ചു. പിന്നെ സിമ്മാക്കി വെച്ചിട്ട്, അതായത് സിമ്മും അല്ല ഫുള്ളും അല്ലാണ്ട് മീഡിയത്തിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ എപ്പോഴും മീൻ വറക്കാറ്. കാരണം എനിക്ക് മീൻ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരണം. നമ്മൾ ഇത് ഫുള്ളും ഇതിൽ ഗ്യാസ് ഓണാക്കിയാൽ ചിലപ്പം വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ അപ്പുറവും ഇപ്പുറമൊക്കെ നന്നായി വേവിച്ചു. അക്കുഡോസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു വാഴയിലയിൽ അതവിടെ വെച്ചു. പിന്നെ ചോറുമാണ്, അപ്പം അതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ടുള്ള നോട്ടാണ്. അപ്പം ഇവൻ്റെ ഈ റയാന് മീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മീനും അല്ല, അത് മീൻ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് മീനിൻ്റെ തല കഴിക്കാനാണ് അവന് ഭയങ്കര ഇഷ്ടം. എല്ലാവരും പറയും അവൻ മീൻ കഴിക്കുമ്പോൾ മീനിൻ്റെ മുള്ള് നോക്കണേ. പക്ഷെ ഞാൻ കഴിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് അവൻ മീനിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് കഴിക്കും കേട്ടോ. എന്നാലും മീൻ കൊടുത്താൽ ഞാൻ അടുത്ത് തന്നെ നോക്കും, കാരണം മുള്ളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ മോനല്ലേ. അപ്പം ചോറും കൊണ്ടുവച്ചു. ചോറ് തൊട്ടില്ല, ചോറ് ഞാൻ കഴിച്ചു, അവൻ ചോറ് തൊട്ടില്ല, അവൻ മീൻ മാത്രം. അത് കഴിക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ആ മുള്ളൊക്കെ എടുത്ത് മാറ്റി ചെറുങ്ങനെ. പിന്നെ റിഹാന് കൊടുത്തപ്പം റിഹാന് വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് കഴിച്ചപ്പം പറഞ്ഞു അവന് വേണ്ടാന്ന്. അവന് ഈ ചിക്കൻ പൊരിച്ചതാണ് ഇഷ്ടം. പിന്നെ ഇവിടെ എന്താ പരിപാടി എന്നല്ലേ, മേശപ്പുറത്ത് കയറി ഞാൻ ചോറ് കഴിക്കുന്നു, അവൻ മീൻ വറുത്തത് കഴിക്കുന്നു. ടി വിയിൽ കൊച്ചു ടി വി കാണുന്ന തിരക്കിലാണ്. അപ്പം ഇതാ കഴിച്ചു ഒരുവിധം. ഇതാ അങ്ങനെ റയാൻ്റെ മുമ്പിൽ മീനെത്തി, മീനൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പം ഇന്നത്തേക്കുള്ള വീഡിയോയ്ക്കായി. ഈ ലോങ് വീഡിയോ ഉണ്ടാക്കുക എല്ലാവരും പറയും കണ്ടൻറ്റ് ഉണ്ടാക്കുമെന്ന്. അതുണ്ടാക്കാൻ എങ്ങനെയാണെന്ന് എനിക്കിട്ട് അറിയൂല. പിന്നെ ദൂരെയൊന്നും പോയിട്ട് വീഡിയോ എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിലും അല്ല. അല്ലാ പടച്ചോനെ, റയാൻ്റെ മുമ്പ് കിട്ടിയ മീനിൻ്റെ ഒരു അവസ്ഥയെ അത് പൊളിച്ചു എൻ്റെ പാത്രത്തിലേക്ക് ഇടുവാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മേലത്തേക്ക് ഇറങ്ങിയതാട്ടോ, ചുമ്മാ നടക്കാൻ അംഗൻവാടി ഭാഗത്തേക്കൊക്കെ. അടുത്ത വീഡിയോ എന്താണോ എടുക്കുക. ഞായറാഴ്ച ആയോണ്ടില്ലേ? ആണോ? വലിയ കുട്ടിയായോ?
നോക്കട്ടെ വലിയ കുട്ടിയായിട്ട്. മതി നടക്ക്. കുഡൂസിൻ്റെ ഇതുപോലെ ഒരു അംഗൻവാടി യാത്ര നന്നായിട്ട് വീഡിയോ ഒക്കെ ഓടിയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ വീഡിയോ ഇട്ടാൽ തന്നെ 100-150 പേരൊക്കെ കണ്ട അവിടെ സ്റ്റക്കാവും. കണ്ടൻ്റ് ഇല്ലാണ്ട് ആര് കാണാനില്ലേ? എന്ത് കണ്ടൻ്റ് ഉണ്ടാക്കുമോ എന്തോ. അങ്ങനെ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി. ബൈ.